കുട്ടിക്കാലത്ത് അതിരാവിലെ തന്നെ ട്യൂഷനും സ്കൂളിലൊക്കെ പോവേണ്ടി വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അമ്മയ്ക്ക് എന്ത് സുഖമാണ്, വെറുതെ വീട്ടിലിരുന്നാൽ മാത്രം മതിയെന്ന്? അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാനും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വലുതായപ്പോൾ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയെങ്കിലും എൻ്റെ ചിന്തകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ കഥയിൽ കുറച്ചധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു 10-15 വർഷം സമയമെടുത്തു. കല്യാണത്തിന് ശേഷം ഞാനും അബിയും ഈ ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചതിന് ശേഷമാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടും സത്യാവസ്ഥയും ഒക്കെ എനിക്ക് മനസ്സിലായത്. ഒട്ടുമിക്ക കാര്യങ്ങളിലും അബി എന്നെ സഹായിക്കുമെങ്കിലും രണ്ടുപേരുടെയും ജോലി തിരക്ക്, സമയക്കുറവ്, പിന്നെ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, അങ്ങനെ പല പല പേരിട്ട് വിളിക്കാവുന്ന കാര്യങ്ങളാൽ ഓർഗനൈസ്ഡ് ആയിരുന്ന ഒരു പേഴ്സണേ അല്ല കേട്ടോ. ഒരു ബാച്ചുലർ ലൈഫിൽ നിന്നൊക്കെ മാറി ലൈഫ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആകാനും ഡിസിപ്ലിൻഡ് ആകാനും ഒക്കെ കുറച്ചധികം സമയം എടുത്ത ഒരാളാണ് കേട്ടോ ഞാൻ. നമ്മുടെ അമ്മമാരുടെ കൂടെ നമ്മൾ എത്ര സുഖിച്ചാണ് ജീവിച്ചിരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു 2 വർഷത്തിലേറെയായി എൻ്റെ ജീവിതത്തിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. രാവിലെ 8 മണിക്ക് പോകുന്നു, രാത്രി 9 മണിക്ക് വരുന്നു. പിന്നെ വീക്കെൻഡ്സ് ഇല്ല, ഹോളിഡേയ്സ് ഇല്ല. എന്തെങ്കിലുമൊക്കെ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടിലൊന്ന് പോയി എത്തി നോക്കി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ. ആദ്യമൊന്നും എനിക്കിത് ഇത്ര പ്രശ്നമായി തോന്നിയില്ലെങ്കിലും പിന്നീട് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടാത്തൊരവസ്ഥയില്ലേ, അതുപോലെ ആയി തുടങ്ങി. പിന്നീടുള്ള സമയങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ അതിനോട് ഒരുപാട് അഡാപ്റ്റ് ആവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പോലും അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാനൊരു റെസിഗ്നേഷൻ അങ്ങോട്ട് കൊടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോണു. അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഈ വീട്ടിലേക്കൊന്ന് ശരിക്കും തിരിഞ്ഞു നോക്കിയതും. അപ്പോൾ കുറച്ചധികം പണിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ ഇത്. എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാനോ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഈ സിമിലർ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങളതിൽ ഹാപ്പി അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു തിങ്ക് എന്ന് പറയാനും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കഥയോടെ നിൽക്കട്ടെ. എൻ്റെ പുതിയ ജോലിയിൽ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ വീക്കെൻഡ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഞാൻ എല്ലാ ജോലികളും കുറച്ചധികം സമയം എടുത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ചെറിയ പണികളൊക്കെ ഞാൻ ഫ്രൈഡേ ഈവനിങ് തന്നെ തീർക്കാറുണ്ട്. അതാകുമ്പോൾ സാറ്റർഡേ സൺഡേ കുറച്ച് സമയമൊക്കെ എടുത്ത് വലിയ പണികളൊക്കെ തീർക്കാമല്ലോ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നേരെ ബാൽക്കണിയിലേക്ക് വിട്ടു. താഴെക്കൂടെ ജോഗിങ്ങിന് പോണ അങ്കിൾമാരെ ആൻറ്റിമാരെയൊക്കെ വിളിച്ചു നിർത്തി കഥ പറയുകയാണ് കേട്ടോ ഞാൻ. കുളിക്കാനായി പ്ലാൻ ഇട്ടതിന് ശേഷം കുറച്ചധികം നേരം വെറുതെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. അങ്ങനെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ വീണ്ടും ബാൽക്കണിയിലേക്ക് വന്നു. ആഹാ, എത്ര സമാധാനമുള്ള സായാഹ്നം. കുറച്ച് ഓവറായല്ലേ? എന്നാൽ പിന്നെ വിട്ടേക്ക്, നമുക്ക് പോയൊരു ഫേസ് പാക്ക് ഇടാം. ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഏത് നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടു തുടങ്ങണം എന്നുള്ള ശക്തമായ നിരീക്ഷണത്തിലാണ് കേട്ടോ ഞാനിപ്പോഴും. അപ്പോഴാണ് കേട്ടോ അബി ഇവിടെ അടുത്തുള്ളൊരു കഫേയിൽ നിന്ന് 2 പേസ്ട്രീസ് വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ അതും വെട്ടി അകത്താക്കി നേരെ അടുക്കളയിലേക്ക് പോയി ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്ലാനുകളൊക്കെ പലതായിരുന്നെങ്കിലും അവസാനം സ്ഥിരമുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയിൽ തന്നെ എത്തി കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്ക് ആവശ്യമുള്ള മാവൊക്കെ പരത്തി ചിക്കനും കട്ട് ചെയ്ത് അടുപ്പിലുമാക്കി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വന്നത്. കുറേ കാലമായിട്ട് എനിക്ക് ഫിഷിംഗ് ചെയ്യണം, എനിക്ക് ഫിഷിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരെല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് തന്നെ പൊക്കളയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ഫിഷിങ്ങിന് പോയി എന്തിനാണ് ഈ ജാക്കറ്റൊക്കെ എന്ന്? വെയിലടിച്ച് കറുത്ത് പോകണ്ടല്ലോ. ഞാൻ പിടിച്ച മീൻ ഞാൻ തന്നെ പൊരിച്ച് തിന്നോന്ന് പറഞ്ഞ് വീട്ടിൽ മസാല വരെ മിക്സ് ചെയ്ത് വെച്ച് മീൻ പിടിക്കുന്ന എന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്കും എനിക്കൊക്കെ മനസ്സിലായെങ്കിലും മീനുകൾക്കത് തീരെ മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഈ കാര്യം അബിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാവാം അബി നേരത്തെ സംഗതിക്ക് ചൊല്ലിട്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സങ്കടം മാറ്റാൻ കുറച്ചധികം ബീഫ് വാങ്ങി തന്നിട്ടാണ് പുള്ളി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്.